ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വരുന്നത് ഓപ്പൺ ടൈപ്പ് ഹാമ്പർ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ബോക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ സർക്കിൾ ഷേപ്പ്, അതല്ലെങ്കിൽ സ്ക്വയർ, ഹാർട്ട് ഷേപ്പിലൊക്കെ വരുന്ന ബോക്സ് ഇതിനെടുക്കാം. ഈ ഒരു ലെങ്ത്ത് വേണം കേട്ടോ. ഈ ഒരു ബോക്സിന് നമുക്കിതിൽ സാധനങ്ങൾ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് ഉള്ള ബോക്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഒന്നെങ്കിൽ നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ടാക്കി ടേപ്പോ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ താഴെയും വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, താഴെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തെർമാഗോളാണ്. ഈ ഒരു ബോക്സിൻ്റെ ഹാഫ് ഭാഗം വരെ നമ്മൾ തെർമാഗോൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ഒരു പീസും കൂടെ വെക്കാനുള്ളൂ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് തെർമാഗോൾ വെക്കാം. ആ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. ഈ തെർമാഗോൾ തമ്മിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ബാംബു സ്റ്റിക്കാണ്. ഈ ഒരു ബാംബു സ്റ്റിക്കുമ്മേ എല്ലാ ഐറ്റംസും നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു തെർമാഗോളുമേ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഈ ഒരു തെർമാഗോൾ തമ്മിൽ ഒട്ടിക്കണം എന്നില്ല, ബോക്സിൽ ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു പെർഫ്യൂമാണ്, ദെൻ ഒരു ഇയർപോഡ് ഉണ്ട്, പിന്നെ ഒരു വലിയ ചോക്ലേറ്റും, പിന്നെ കുറച്ചധികം ചെറിയ ചോക്ലേറ്റ്സും ഉണ്ട്. പിന്നെ നമ്മളിതിൽ കുറച്ചധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഇയറിങ്സ്, 2 ക്രാബ്, 2 ക്രഞ്ചീസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ വിഷ് കാർഡോ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ എടുത്താൽ കിട്ടും. നമ്മൾ ചെയ്യുന്ന ഹാമ്പറിന് തന്നെ കളർ മാച്ച് ചെയ്തിട്ട് എടുക്കുക. അതും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റിക്കുമ്പോൾ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ബോ മാത്രമേ ഞാനിതിൽ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ആ ഒരു സ്റ്റിക്കുമ്മേ ടാപ്പ് ചെയ്യാം കേട്ടോ. നോർമൽ ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഒന്നും കൂടെ സെക്യൂറായി നിൽക്കാൻ ഒരു 2-3 പ്രാവശ്യം ടാപ്പ് ഒട്ടിച്ചാൽ മതി കേട്ടോ. അത് ചോക്ലേറ്റിലൊക്കെ ഒട്ടിക്കുമ്പോൾ 1 മതി. കുറച്ച് വലിയ ഐറ്റംസിലൊക്കെ ഒട്ടിക്കുന്ന ടൈമിൽ ഒരു 2-3 ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അതാ ആദ്യം ഞാൻ ഇയർപോഡുമേലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇയർപോഡ് കുറച്ച് ബാക്കിലേക്കാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വീതിയുള്ള ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ 2-3 സ്റ്റിക്ക് എടുക്കേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഇയർപോഡുമേ 2 സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റിക്കുമേ വെച്ചാൽ അത് മര്യാദക്ക് നിൽക്കില്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയിരിക്കും. അതുകൊണ്ട് തന്നെ 2 സ്റ്റിക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും ടാപ്പ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള സ്റ്റിക്ക് നിങ്ങൾക്കറിയാം, അത്യാവശ്യം ലെങ്ത്ത് ഉള്ള സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിക്കൊക്കെ വെക്കുന്ന ടൈമിൽ നമുക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റിക്കിൻ്റെ താഴെ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈയേറ്റ് തന്നെ മുറിച്ചെടുക്കുക കേട്ടോ. അതിന് ബാക്കിലേക്ക് വെക്കുന്ന ടൈമിലും ലെങ്ത്ത് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും ഈ ഒരു രീതിയിൽ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചിട്ട് ലാസ്റ്റാണ് ഈ ഒരു തെർമാക്കോളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ടോട്ടലായിട്ട് ഈ രീതിയിൽ ഒട്ടിക്കാം.
അപ്പോൾ ഇതാ ഇപ്പം നമ്മളെല്ലാം ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് എടുത്തിട്ട് ഇതിൽ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു പെർഫ്യൂം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പെർഫ്യൂം ഫ്രണ്ടിലേക്കായിട്ടാണ് വെക്കുന്നത്. ഇതിൻ്റെ താഴെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് ഡയറക്റ്റ് തെർമാക്കോൾക്ക് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഏതാണോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാക്കിയൊക്കെ കുറച്ച് ബാക്കിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ വരുന്നത്. ഈ ഒരു രീതിയിലാണ് വരിക. മെയിനായിട്ട് ഈ ഒരു ബോക്സ് ഫില്ലാവണം, എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉള്ള ഓർഡേഴ്സ് കിട്ടുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് ആ ഒരു കളർ തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ ബർത്ത്ഡേൻ്റെ ആനിവേഴ്സറിൻ്റെ ഒക്കെ കട്ടൗട്ട് സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കും കൂടെ ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതിൽ ആക്രിലിക് കട്ടൗട്ടും അതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.